വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഓഹരി കൈമാറ്റ വിവാദത്തിൽ മുൻ LDF സർക്കാരിനെയും CPM-നെയും കടുത്ത ഭാഷയിൽ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി VD സതീശൻ എത്തിയതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളെല്ലാം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ ഭാഗമാണെന്നും മുൻ ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റത്തെ കുറിച്ചുള്ള വിവരങ്ങൾ മുൻ ഇടത് സർക്കാർ തന്നെയാണ് CPM മുഖപത്രത്തിന് ചോർത്തി നൽകിയതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചിട്ടുണ്ട്. UDF സർക്കാരിന്റെ പുതിയ വിഴിഞ്ഞം മാനേജിംഗ് ഡയറക്ടർ ജൂൺ 11-ന് ചുമതലയേൽക്കുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ജൂൺ 5-ന് തന്നെ CPM മുഖപത്രത്തിൽ ഇത് സംബന്ധിച്ച വാർത്ത അച്ചടിച്ചു വന്നു. വിഴിഞ്ഞത്തിന്റെ വിദേശ നിക്ഷേപവും ഓഹരി കൈമാറ്റവും മുൻ LDF സർക്കാരിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. അദാനിയും MSC കമ്പനിയുമായി 1 വർഷത്തോളമായി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നുവെന്നും മുൻ സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പ്രതിനിധികൾ പങ്കെടുത്തിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MSC കമ്പനിയുമായുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടവരും വാർത്ത ചോർത്തി നൽകിയവരും അന്ന് അതിനെ LDF-ന്റെ ദീർഘവീക്ഷണമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്ന് അതേ ആളുകൾ UDF സർക്കാരിനും തനിക്കുമെതിരെ കടൽക്കൊള്ളി ആരോപിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. LDF-ന്റെ പൂർണ്ണ അറിവോടെയും പിന്തുണയോടെയും നടന്ന കാര്യങ്ങൾ മറച്ചുവെച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി പണം വാങ്ങി കമ്മീഷൻ കിട്ടി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് കസേരയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങളാണെന്നും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർ സ്വന്തം നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടുകയാണ് വേണ്ടതെന്നും VD സതീശൻ തുറന്നടിക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ സംസ്ഥാന സർക്കാരാണ്. സർക്കാരിന്റെ മുൻകൂറായ അനുമതിയില്ലാതെ അവിടെ യാതൊരുവിധ ഓഹരി കൈമാറ്റവും നടക്കില്ല. നിലവിൽ യാതൊരു ഓഹരി കൈമാറ്റവും നടന്നിട്ടുമില്ല. മാധ്യമങ്ങളിലെ തെറ്റായ റിപ്പോർട്ടുകൾ കണ്ട് ആരും പരിഭ്രാന്തരാക്കേണ്ടതില്ല എന്നായിരുന്നു സതീശൻ പറഞ്ഞത്. ഓഹരി കൈമാറ്റത്തിനായി കമ്പനി നൽകിയ അപേക്ഷ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല കമ്മിറ്റി വിശദമായി പരിശോധിച്ച ശേഷം വരും ദിവസങ്ങളിൽ മന്ത്രിസഭ പരിഗണിക്കും. വിഴിഞ്ഞം കരാറിൽ ഒരു കമ്പനിക്കും കുത്തകാവകാശം പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. കേരളത്തിന് ഗുണകരമായ രീതിയിൽ ഇത്തരം ശക്തമായ വകുപ്പുകളോടെ കരാറുണ്ടാക്കിയ ഉമ്മൻചാണ്ടിക്കും K ബാബുവിനും ഈ അവസരത്തിൽ സല്യൂട്ട് നൽകുന്നുവെന്നും കരാറിലെ അടിസ്ഥാന വ്യവസ്ഥകൾ വായിച്ചു പോലും നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് സുപ്രധാനമായ 19ഓളം വകുപ്പുകൾ മുഖ്യമന്ത്രി കൈവശം വെച്ചിരുന്ന കാര്യം സ്മരിച്ച VD സതീശൻ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും താൻ ഏറ്റെടുക്കേണ്ട എന്നായിരുന്നു ആഗ്രഹമെങ്കിലും വിഴിഞ്ഞം തന്റെ സ്വപ്ന പദ്ധതി ആയതുകൊണ്ടാണ് പോർട്ട് വകുപ്പ് സ്വന്തം ചുമതലയിൽ നിലനിർത്തിയതെന്നും വ്യക്തമാക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S അയ്യരെ മാറ്റിയ സംഭവത്തിലും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് മറുപടി കൊടുത്തത്. അദാനി ഗ്രൂപ്പിന് നോട്ടീസ് അയച്ചതിന്റെ പേരിലാണ് ദിവ്യയെ മാറ്റിയതെന്ന പ്രചാരണം തികച്ചും തെറ്റാണ്. സർക്കാർ വകുപ്പ് മേധാവികൾ ആർക്കൊക്കെ നോട്ടീസ് നൽകുന്നുവെന്ന് അന്വേഷിക്കലല്ല തന്റെ ജോലി. ഭരണമാറ്റമുണ്ടാകുമ്പോൾ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ അഴിച്ചുപണി നടക്കാറുണ്ട്. വിഴിഞ്ഞത്ത് ഒരുപാട് നാളായി സേവനമനുഷ്ഠിക്കുന്ന പല ഉദ്യോഗസ്ഥരെയും മാറ്റിയ കൂട്ടത്തിൽ ഒന്നു മാത്രമാണിത്. ദിവ്യ S അയ്യരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായാണ് നിയമിച്ചിരിക്കുന്നത്. ജെറോമിക് ജോർജ് ആണ് പുതിയ വിഴിഞ്ഞം തുറമുഖ MD. ഈ ഉദ്യോഗസ്ഥ അഴിച്ചുപണിയെ രാഷ്ട്രീയ വിവാദമാക്കാനും അദാനി വിഷയവുമായി കൂട്ടിക്കെട്ടാനും ശ്രമിക്കുന്ന പ്രതിപക്ഷ നീക്കങ്ങൾ അടിസ്ഥാനരഹിതമാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്ത് കാര്യമാണെന്നും തന്നെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായി തെളിയിക്കുകയാണ്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ തുടക്കമിട്ട ചർച്ചകളെയും വിവരങ്ങളെയും മറച്ചുവെച്ച് ഇപ്പോൾ UDF സർക്കാരിനുമേൽ കുറ്റം ചുമത്താനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം വെറും രാഷ്ട്രീയ പാപ്പരത്തമാണ്. തുറമുഖത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിൽ ഭദ്രമാണെന്നും കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് യാതൊരു തീരുമാനവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളെ പോലും അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന CPM-ന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇരട്ടത്താപ്പിനെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധത്തിലൂടെയും വസ്തുതകൾ നിരത്തിയും പൊളിച്ചെടുക്കുകയാണ് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തിരിക്കുന്നത്.